ഈ സമയത്ത് നമ്മൾ ഫീച്ചർ പ്രസൻറ്റേഷൻ ആണ് ഉണ്ടാവാറുള്ളത് ഫോർ ദ സേക്ക് ഓഫ് വിസിറ്റേഴ്സ്. ഫീച്ചർ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ മെമ്പേഴ്സും അവരുടെ ബിസിനസ് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സോ ഇന്നൊരു മെഗാ വിസിറ്റേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബിസിനസ് പരിചയപ്പെടുന്നതിന് പകരം BNI എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു ചെറിയ പ്രസൻറ്റേഷനാണ്. സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. BNI ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് സക്സസ്ഫുൾ റെഫറൽ ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ്. പലപ്പോഴും നമുക്ക് ഡൗട്ട് ഉണ്ടാവാം, ഈ റെഫറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും റെഫറൻസ് അല്ല, ഇറ്റ് ഈസ് റെഫറൽ. റെഫറൽ എന്താണെന്നും അതെങ്ങനെ വർക്ക് ചെയ്യും നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ എന്താ കാണുന്നു? വിസിറ്റർ മാഡം ഒന്ന് വായിക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ? വെൽക്കം. യെസ് യെസ് വിജയ്. യെസ് ഓക്കെ, എത്ര എണ്ണം പറയാൻ പറ്റും? യെസ്, താങ്ക് യു വിജേഷ് ഭായിക്ക് ഒരു കൈയടി കൊടുക്കാം. സോ ഇതിൽ നമ്മൾ പറയുന്നത് BNI നമ്മളെ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാഗതം, നമ്മൾ വെൽക്കം എന്നൊക്കെ പറയുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജസ് ആണ്. ഷമീർ സർ ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇത് കാണിക്കുന്നത് BNI ഈസ് എ ഗ്ലോബൽ ഓർഗനൈസേഷൻ. നമ്മൾ പെരിന്തൽമണ്ണയിൽ BNI മീറ്റിംഗ് കൂടുന്ന സമയത്തും വി ആർ എ പാർട്ട് ഓഫ് ദിസ് ഗ്ലോബൽ ഓർഗനൈസേഷൻ. സോ നമ്മുടെ മനസ്സിൽ എസ്പെഷ്യലി വിസിറ്റേഴ്സിന് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് ഡൗട്ടാണ്. എന്താണ് BNI? എന്തിനാണ് BNI? എങ്ങനെയാണ് BNI വർക്ക് ചെയ്യുന്നത്? ഇത്തരം 3 ക്വസ്റ്റ്യൻസിൻ്റെ മറുപടിയാണ് നമ്മൾ ഇന്നത്തെ ഈ പ്രസൻറ്റേഷനിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. സോ ലെറ്റ് us start. എല്ലാവരും ഒന്ന് ജസ്റ്റ്, എസ്പെഷ്യലി വിസിറ്റേഴ്സ് ഇൻക്ലൂഡിങ് മെമ്പേഴ്സ്, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ലാസ്റ്റ് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ പർച്ചേസ് എന്തായിരുന്നു? നമ്മൾ പൈസ സ്പെൻഡ് ചെയ്തത് എന്തെല്ലാം കാര്യങ്ങൾ? മേ ബി ചിലപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ടായിരിക്കാം, എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടി നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചിലപ്പോൾ കാറ് പോലത്തെയോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് പോലത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വലിയൊരു പൈസ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ലാസ്റ്റ് മന്ത് ആവാം, അല്ലെങ്കിൽ 2-3 മാസത്തിന് മുൻപേ ആവാം, അല്ലെങ്കിൽ ഒരു വർഷത്തിലാവാം. സോ ഏതെങ്കിലും വിസിറ്റർ ഒന്ന് പറയാൻ പറ്റുമോ? മൈക്ക് ഉണ്ട് അവിടെ. നിങ്ങളെ ലാസ്റ്റ് പർച്ചേസ് ഒന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും, ചെറുതോ വലുതോ ഏതെങ്കിലും ആവട്ടെ. ഫോൺ. എത്ര സമയത്തിന് മുൻപേ? അത് എത്ര? 2 months ബിഫോർ. സാറ് എവിടുന്നാണ് വാങ്ങിച്ചത്? ഗൾഫ് ഫോൺ എന്നാണ് വാങ്ങിച്ചത് അല്ലേ? ഗൾഫ് ഫോൺ. ഓക്കെ, താങ്ക് യു. ഞാൻ ഗൾഫ് ഫോണിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ജസ്റ്റ്. ഓക്കെ, ഞാൻ വിസിറ്റേഴ്സിൽ ആരെങ്കിലും ഒരു കാര്യമായിട്ട് പർച്ചേസ് നടത്തിയ ആരെങ്കിലും ഉണ്ടോ? സോറി മെമ്പേഴ്സിൽ. യെസ് ജസ്റ്റ്. 10 days ബിഫോർ ഫോൺ. ഓക്കെ. സോ അഗെയിൻ ഗൾഫ് ഫോൺ അല്ലാത്ത വേറെ എന്തെങ്കിലും പർച്ചേസ് നടത്തിയ ആരെങ്കിലും ഉണ്ടോ? യെസ് ബ്ലേസ്. യെസ് ഷെഫീഖ്. നമ്മളൊരു വില്ല പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. മാപ്കോയിൽ. ഓക്കെ. സോ യു നീഡ്? യെസ് താജുദ്ദീൻ. കാറ്റഗറിയിൽ ഒരു പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് അപ്ഡേഷന് വേണ്ടിയിട്ട് ഒരു മെഷീനറി പർച്ചേസ് മെഷീൻ. ഓക്കെ. സോ ഞാൻ കൂടുതൽ പേരോട് ചോദിക്കുന്നില്ല. ഇത് ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു BNI മെമ്പർ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ബട്ട് ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്ത് അവിടേക്ക് വിടുകയാണെങ്കിൽ, ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കൊരു റെക്കമെൻഡേഷൻ ഉണ്ട്, ഇത് നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട്, കാര്യമായിട്ടുള്ള കൺസിഡറേഷൻ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നതും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വിൽക്കുന്ന സമയത്ത്, ഇതേപോലെ നമ്മൾ വിൽക്കുന്ന സമയത്ത് ഒരു ഷോപ്പുണ്ട്, ഈ സമയത്ത് ഒരാളെ റെഫർ ചെയ്ത് നമ്മളിലേക്ക് വിടുന്നതും. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. എന്തെങ്കിലും കാര്യം പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ കൂടെ ഒരാൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം, ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് റെഫറൽ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടും. ബിക്കോസ് റെഫറൽ സിംപ്ലി മീൻസ് പേഴ്സണൽ റെക്കമെൻഡേഷൻ. പേഴ്സണൽ റെക്കമെൻഡേഷനെയാണ് നമ്മൾ റെഫറൽ കൊണ്ട് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. വേറെയും മീനിങ്, ശംഭുകുമാർ, വേറെയും മീനിങ് ഇതിനുണ്ട്, ബട്ട് സിംപ്ലി പേഴ്സണൽ റെക്കമെൻഡേഷനാണ്.
സോ നമ്മളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മളൊരു സെയിൽസ് ഓർ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ആലോചിക്കുക, വാട്ട് പെർസെൻറ്റേജ് ഓഫ് യുവർ ബിസിനസ് കംസ് ഫ്രം റെഫറൻസ്, കണ്ടിന്യൂസ് റെഫറൻസ്. വിസിറ്റേഴ്സിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരു ഫേം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഡിസൈഡ് എത്ര ശതമാനം ബിസിനസ് നമുക്കിങ്ങനെ ഒരാളുടെ റെക്കമെൻഡേഷനിൽ വരുന്നുണ്ട്, കണ്ടിന്യൂസ് ഓർ ടെമ്പററി? 10 to സാറിൻ്റെ കാറ്റഗറി റിയൽ എസ്റ്റേറ്റ്. സോ 10 to 15% റെഫറൻസ് ആണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ മെനി ഓഫ് യു ഹാവ് എ സിസ്റ്റം? എപ്പോഴെങ്കിലും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, ഒരു കസ്റ്റമർ വാങ്ങിച്ചു പോകുന്നു, അയാൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോൾ റെഫർ ചെയ്യാതിരിക്കാം. നൗഷാദ് ശരിയല്ലേ? പക്ഷേ ഹൗ മെനി ഓഫ് യു ഹാവ് എ സിസ്റ്റം? കണ്ടിന്യൂസ് ആയി ഒരു മാസത്തിൽ ഇത്ര റഫറൽ കിട്ടണം, ഒരു വീക്കിൽ നമുക്ക് ഇത്ര റഫറൽ കിട്ടണം, ഇങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ എത്ര പേർക്ക് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്? വിസിറ്റേഴ്സിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇങ്ങനെ റഫറൽ കിട്ടുന്നതിനൊരു സിസ്റ്റം? യെസ് മാഡം. ഓക്കെ. ഓക്കെ, ഷിനീനല്ലേ പേര്? ഓക്കെ. അപ്പോൾ മാഡം പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് കോൾഡ് ലീഡ് അല്ലേ? നമ്മൾ BNA നമ്മൾ തന്നെ പറഞ്ഞ് ലീഡ് എന്നാണ് പറയുക. പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് വേറൊരാൾ റെഫറൻസ് നമുക്ക് തരുന്നൊരു സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻ BNI ഉണ്ട്. കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം പറയുന്നത് ഈ കാര്യങ്ങളാണ്. BNI ഗ്ലോബലി ഏപ്രിൽ 30 അപ്ഡേറ്റ് ചെയ്ത ഡയറ്റീസ് അതിൽ കൊടുത്തിരിക്കുന്നത് 3,25,205 പ്ലസ് മീൻസ് ഇത് പ്രിപ്പയർ ചെയ്ത ഓരോ മൊമെന്റിലും ഓരോ ഒന്നോ മെമ്പേഴ്സ് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. നോർമലി BNI ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 2,80,000 മറ്റോ ആണ് ഇതിൻ്റെ ഡിജിറ്റ്സ് ഉണ്ടായിരുന്നത്. റൈറ്റ് നൗ ഇറ്റ് ഈസ് 3,25,000 മെമ്പേഴ്സ് ഗ്ലോബലി ഉണ്ട്. ഇതുപോലെ നമ്മൾ BNI ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന പെരിന്തൽമണ്ണയിലെ ഈ ചാപ്റ്റർ പോലെ ഗ്ലോബലി നമുക്ക് 11,135 പ്ലസ് ചാപ്റ്റേഴ്സ്, 79 പ്ലസ് കൺട്രിയിൽ നമ്മൾ പ്രസൻസ് ഉണ്ട്. ഈ കാണുന്ന ഫിഗറാണ് നമ്മൾ ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. 14.06 മില്യൺസ്. ഒന്ന് കാൽക്കുലേറ്റ്, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം നമുക്കറിയാം. ഇത്തരം റെഫറൻസ് പേഴ്സണൽ റെക്കമെൻഡേഷൻസ് ഗ്ലോബലി BNI മെമ്പേഴ്സ് പരസ്പരം പാസ് ചെയ്തിട്ടുണ്ട്. ഈ ഡാറ്റ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതല്ല. ഇത് കൺവേർട്ട് ചെയ്ത ബിസിനസ് എന്ന് പറയുന്നത് 22.01 ബില്യൺസ്. ഒരിക്കലും നമ്മൾ പറയുന്നത് ലൈഫ് ലോങ് അല്ല, ലാസ്റ്റ് ഒരു വർഷത്തെ റിസൾട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും BNI എല്ലാ മീറ്റിങ്ങിലും നമ്മൾ ഗ്ലോബൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസന്റ് ചെയ്യാറുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ BNIയുടെ എനിവൺ കൻ ഐഡന്റിഫൈ ദിസ് പേഴ്സൺ? വെറുതെ ഒരു പിക്ചർ കോഴ്സ് അല്ല. ആരാ? ഐവൻ മൈസൺ ആണോ? നോ ഇസ് അവർ ഫൗണ്ടർ. അത് നമ്മൾ ഫൗണ്ടറാണ് ഐവൻ മൈസൺ. ഇതാരാ? CEO ഗ്രഹാം വില്ലിമർ എന്ന് പറയുന്ന നമ്മൾ CEO ആണ്. അത് ഗ്ലോബൽ കൺവെൻഷൻ അവിടെ കാണാം, കുറേ ഫ്ലാഗ് എല്ലാം കാണാം. എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ഈ 79 രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവും പങ്കെടുക്കുന്ന പ്രോഗ്രാംസിൽ സ്ഥിരമായിട്ട് ഇത്തരം ഡാറ്റകളൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ നമുക്ക് 58,651 മെമ്പേഴ്സ്, 130 സിറ്റികളിൽ ഇതുപോലത്തെ 1,210 ചാപ്റ്റേഴ്സ് ഉണ്ട്. നോക്കൂ, ഇന്ത്യയിൽ മെമ്പേഴ്സ് പാസ് ചെയ്ത റെഫറൻസിൻ്റെ എണ്ണമാണ് 39 lakhs. ലാസ്റ്റ് ഒരു വർഷത്തെയാണത്, പ്ലസ് 50,000 സംതിങ് ലൈക്ക് ദാറ്റ്. 38,533 പ്ലസ് ക്രോർ ബിസിനസ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഈ കാണുന്ന വാല്യൂവിൽ ചിലപ്പോൾ വിസിറ്റേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാവാം, ചില ന്യൂലി മെമ്പേഴ്സിനും. ആവറേജ് വാല്യൂ ഓഫ് സിറ്റിംഗ് ഇൻ ദിസ് മോർണിംഗ് എന്നൊക്കെ പറയാറുണ്ട്. 70.31 lakhs എന്ന് പറയുമ്പോൾ ഒരു വർഷം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് BNI ത്രൂ കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ 70.31 lakhs ആണ് ആവറേജ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ടോട്ടൽ നടന്ന ബിസിനസ്സിന് ടോട്ടൽ മെമ്പേഴ്സിന് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മെമ്പർക്ക് എത്ര രൂപ ബിസിനസ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് പെർ ഇയർ. വേരിയേഷൻ ഉണ്ടാവാം, ആവറേജ് ആയതുകൊണ്ട് തന്നെ. ചിലപ്പോൾ കോടികൾ കിട്ടിയ ആളുകൾ ഉണ്ടാവാം, ലക്ഷങ്ങൾ കിട്ടിയ ആളുകളും ഉണ്ടാവും. ദിസ് ആവറേജ് വാല്യൂ. ആൻഡ് BNI ഇന്ത്യയുടെ മിഷൻ എന്ന് പറയുന്നത് 2020 ആസ് ഏർലി, എന്താണ് നമുക്ക് മിഷൻ അവിടെ കാണാം, ആസ് ഏർലി 1,00,000 മെമ്പേഴ്സിനെ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ബട്ട് വെറുതെ ഉള്ള മെമ്പേഴ്സ് അല്ല, നമുക്ക് വേണ്ടത് ക്വാളിറ്റി മെമ്പേഴ്സ് ആണ് വേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ ലാസ്റ്റ് വരുന്നുണ്ട്. കേരളയിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ BNI വന്നിട്ട് ഇപ്പം 10 വർഷം കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചിയിലാണ് ആദ്യം വന്നിട്ടുള്ളത്. ഇത്തരം സ്ഥലങ്ങളിൽ 16 റീജിയൻസ് ആയിട്ടാണ് ഉള്ളത്. നമുക്ക് 14 ഡിസ്ട്രിക്റ്റിലുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിലും തിരുവനന്തപുരത്തും 2 സ്ഥലങ്ങൾ എക്സ്ട്രാ ഉണ്ട്. സബർമൻ അതുപോലെ ഗ്രേറ്റ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് 2 എക്സ്ട്രാ റീജിയൻസ് ഉണ്ട്. സോ 16 റീജിയൻസിലായിട്ടാണ് BNI ഉള്ളത്. 135 ചാപ്റ്റേഴ്സും
6000-ലധികം ഇതുപോലത്തെ BNI മെമ്പേഴ്സും കേരളത്തിലുണ്ട്. അവർ പാസ് ചെയ്ത റഫറൻസിൻ്റെ ആണ് 5,60,568 പ്ലസ് റഫറൻസ്. കേരളത്തിലെ കാര്യം മാത്രമാണ് പറയുന്നത്. സോ ഇത് ബിസിനസ്സായിട്ട് മാറിയത് 3097 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ കേരളത്തിലെ ബിസിനസ് ത്രൂ BNI. ഇത് നമുക്ക് BNI മലപ്പുറത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ കാണുന്നത്. BNI മലപ്പുറത്തിൽ 718 മെമ്പേഴ്സ് ഉണ്ട്. BNI മലപ്പുറം മുഴുവനായിട്ടും ബിസിനസ് നടന്ന 684 കോടിയാണ്. സീറ്റ് വാല്യൂ കണ്ട് നേരത്തെ നമ്മൾ കണ്ടത് 70 ലക്ഷമായിരുന്നു അവിടെ കണ്ടതെങ്കിൽ ഇത് 93 ലക്ഷമാണ്. അതായത് BNI മലപ്പുറത്ത് നടക്കുന്ന ബിസിനസ് ഗ്ലോബലി നടക്കുന്ന ബിസിനസ്സിനേക്കാൾ കൂടുതലാണ് ആവറേജ് വാല്യൂ എന്നാണ് ഈ കാണുന്നത്. ആവറേജ് റെഫറൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആവറേജ് ചാപ്റ്റർ സൈസ് 65 ഓരോ ചാപ്റ്റർ നമ്മൾ BNI ബെഞ്ച് മാർക്കിൽ യു ക്യാൻ സീ ദാറ്റ് 103 മെമ്പേഴ്സ് ഇപ്പോൾ ഇവിടെയുണ്ട്. ആവറേജ് ചാപ്റ്റർ സൈസ് 65 1-to-1 വിസിറ്റേഴ്സ് ഇതൊക്കെ നമ്മൾ ടെക്നിക്കൽ റെഫറൻസ് കൊടുത്തിരിക്കുന്നത് 1,40,174. ദെൻ നമ്മുടെ BNIയുടെ മലപ്പുറത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2024 എൻഡ് ആകുന്നതിന് മുൻപേ അതിന് മുൻപ് തന്നെ സംഭവിക്കാം ഒരു 1000 മെമ്പേഴ്സ് ഉള്ള റീജിയനായിട്ട് മാറുക എന്നുള്ളതാണ്. മെമ്പേഴ്സ് ഒരു കയ്യടിക്ക് കൊടുക്കാം. ഈ 1000 മെമ്പേഴ്സ് ആകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആവറേജ് സീറ്റ് വാല്യൂ 1 കോടി രൂപയുടെ ബിസിനസ് ഒരു വ്യക്തിക്ക് ഒരു മെമ്പർക്ക് ഒരു ഇയറിൽ കിട്ടണം. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. 700 സംതിങ്ങിൽ നിന്ന് 1000-ലേക്ക് എത്താൻ ഇനി നമുക്ക് 200+ മെമ്പേഴ്സാണ് വേണ്ടത്. അതിന് 3-4 ചാപ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇൻക്ലൂഡിങ് പെരിന്തൽമണ്ണയിൽ സർഫ്രാസ് 3rd ചാപ്റ്റർ വരുന്നുണ്ട് അല്ലേ. ഇത് ഫസ്റ്റ് ചാപ്റ്ററാണ്, 3rd ചാപ്റ്റർ വരുന്നുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് വിസിറ്റേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് BNI എന്താണ് നമ്മൾ ചോദിച്ചു. എങ്ങനെയാണ് BNI വർക്ക് ചെയ്യുന്നത് വെച്ചാൽ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാം. നിങ്ങളൊരു ബിസിനസ് ഓണറോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണറോ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്ന ആളെങ്കിൽ പോലും BNI നിങ്ങൾക്ക് എന്ത് തരുന്നുവെന്ന് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ. ലാർജർ മാർക്കറ്റിംഗ് ടീം. ഞങ്ങളെല്ലാം പരസ്പരം പറയുന്നത് റെഫറൽ പാർട്ട്നേഴ്സ് എന്നാണ്. റഫറൽ കൊടുക്കാനുള്ള നമ്മുടെ പാർട്ട്നേഴ്സാണ്. അനുപേട്ട റഫറൽ കൊടുക്കാനുള്ള പാർട്ട്നേഴ്സാണ് നമ്മളെല്ലാം. ബിസിനസ് പാർട്ട്നർ പൈസയൊന്നും തരണ്ട, പക്ഷേ റഫറൽ നമ്മൾ പാസ് ചെയ്യും. സോ ഇത്തരത്തിലൊരു മാർക്കറ്റിംഗ് ടീം നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി മുടക്കേണ്ട പൈസ ഇപ്പോൾ 48,743 രൂപ. ഓക്കെ, മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും മാർക്കറ്റിങ്ങിനെ പ്രതീക്ഷിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന്. എനിക്കൊരു ജസ്റ്റ് ഒക്കേഷൻ ചോദിക്കാനുള്ളത്, സൈഫുദ്ദീൻ വരുന്നത് പട്ടാമ്പി അപ്പുറത്ത് നിന്നാണ്. സൈഫുദ്ദീൻ ഇവിടെ വിസിറ്ററായിട്ട് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. പട്ടാമ്പിയത്തിൻ്റെ ചാപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ എടപ്പാൾ ചാപ്റ്റർ ഉണ്ട്. സോ അദ്ദേഹം പറഞ്ഞു എനിക്ക് BNI ബെഞ്ച് മാർക്കിലാണ് എനിക്ക് മെമ്പർഷിപ്പ് വേണ്ടത്. വൈ? ഞാൻ തൃശ്ശൂരും പോയിരുന്നു. യെസ്. അപ്പോൾ ഞാനൊന്ന് നമ്മുടെ മെമ്പേഴ്സിന്റെ ഒരു ക്രൗഡ്, പിന്നെ അവരുടെ ആക്റ്റീവ്നെസ്, പിന്നെ ഇവിടുത്തെ വാല്യൂസും ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ഇത് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ബെഞ്ച് മാർക്ക്. യെസ്, താങ്ക് യു. സോ BNI ബെഞ്ച് മാർക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ വരെ ആളുകൾക്ക് കാരണമുണ്ട്. സോ ഗ്ലോബലി ഉള്ള ഏത് മെമ്പറും നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ട്. BNI കണക്ട് എന്ന് പറയുന്ന ആപ്പിലൂടെ നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് മെമ്പറുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇത് ആദ്യത്തെ ബെനിഫിറ്റ് ആണ്. നിങ്ങളുടെ മാർക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്റ്റാഫ് പോലെ പ്രവർത്തിക്കുന്ന ഫ്രീ ഓഫ് കോസ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമിനെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ആൻഡ് കോമ്പറ്റേറ്റീവ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഇവിടെ ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് പറയുന്ന വേറൊരാളുണ്ടാവില്ല. നിങ്ങളുടെ ബിസിനസ്സിനെ ഇതുണ്ട്. നമുക്കറിയാം ഈ റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രിക്ഷനൊക്കെ കുറഞ്ഞ് നമുക്ക് ഉന്തിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ സ്ലൈഡിംഗ് മോഷൻ ആകുമ്പോൾ നമുക്ക് പലപ്പോഴും അറിയാം ലോട്ട് ഓഫ് ഫ്രിക്ഷൻസ് ആർ ദർ. സോ നമ്മൾ ബിസിനസ്സിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ കാറ്റഗറിയിൽ എക്സ്ക്ലൂസീവ് ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് റൈറ്റ്സ് കിട്ടും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കണക്ഷൻ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് അറേഞ്ച് തരാനും BNI സ്പെസിഫിക് ആസ്ക് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് ഇവിടെ കിട്ടും. ആൻഡ് യു ക്യാൻ സീ ഓൺ ദി സ്ക്രീൻ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ന്യൂ ബിസിനസ്. ഇവിടെ പലപ്പോഴും പ്രസന്റേഷൻ ഈ പ്രോബ്ലം സോൾവിംഗ് ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും സ്പെസിഫിക് ആസ്ക് ചോദിക്കാൻ സമയം കിട്ടിയില്ല. പക്ഷെ നേരത്തെ നിധി സാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ സെക്ടറിലുള്ള നല്ല ബില്ല് വരുന്ന ഹോസ്പിറ്റൽ സെക്ടറിലുള്ള ആളുകളെ കണക്ട് ചെയ്ത് തരണം. ഇങ്ങനെ ഓരോ മീറ്റിങ്ങിലും ഓരോ മെമ്പർക്കും സ്പെസിഫിക് ആസ്ക് ചോദിക്കാം, എനിക്ക് ഇന്ന ആളെ കണക്ട് ചെയ്ത് തരണം. ഈ ഓരോ ആഴ്ചയിലും നമുക്ക് ചോദിക്കുന്ന സമയത്ത് നമുക്കിടുന്നത് ഒരു സോഴ്സ് ഓഫ് ബിസിനസ് ആയിരിക്കും. മാത്രമല്ല വിസിറ്റേഴ്സ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ടും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. വിസിറ്റേഴ്സിന് തിരിച്ചു ഇൻട്രാക്ട് ചെയ്യാം, മെമ്പേഴ്സിന് അവിടേക്കും തിരിച്ച് ഇൻട്രാക്ട് ചെയ്യാം. സോ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ബിസിനസിന്റെ ഒരു അഷ്വറൻസ് ആണ് ഓരോ വീക്കിലി മീറ്റിങ്ങിലും നമ്മൾ ഉറപ്പുവരുന്നത്. പലരും മെമ്പേഴ്സ് പറയും എല്ലാ ആഴ്ചയും എന്തിനാണ് മീറ്റിംഗ് വെക്കുന്നത്? നൗഷാദ്
അല്ലേ? ഒരു മാസത്തിലൊരിക്കൽ വേണ്ടേ എന്നൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ, ഇയർലി പോരെ. പക്ഷേ നമുക്ക് ഓരോ ആഴ്ചയിലും ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗെറ്റ് ടുഗദർ ഇവിടെ എന്താണെങ്കിലും വീക്ക്ലി നടത്തും. ആൻഡ് ലേണിംഗ് ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ്, വൺ ഓഫ് ദ കോർ വാല്യൂ ഓഫ് BNI ഈസ് ലൈഫ് ലോങ് ലേണിംഗ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ലോട്ട് ഓഫ് ട്രെയിനിങ്സ്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ BNI മെമ്പേഴ്സിന് എക്സ്ക്ലൂസീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന BNI യൂണിവേഴ്സിറ്റി എന്ന് പറയും, BNI ബിസിനസ് ബിൽഡർ. നിങ്ങൾക്കതിൽ BNI MBA വരെ ചെയ്യാനുള്ള പ്രൊഫഷനുണ്ട്. കണ്ടിന്യൂസ് ലേണിങ്ങും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ BNI നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ ലോങ് ലാസ്റ്റിംഗ് ബിസിനസ് റിലേഷൻഷിപ്സ്. എനിക്കിവിടെ പറയാനുള്ളത്, ഐ തിങ്ക് സദർക്ക, നിങ്ങൾക്ക് മുൻപേ സർഫ്രാസിന് പരിചയം ഉണ്ടായിരുന്നോ? BNI വരുന്നതിന് മുൻപേ ഇല്ല. നിങ്ങൾ BNI വന്നതിന് ശേഷമാണ് സർഫ്രാസിനെ പരിചയപ്പെട്ടത് അല്ലേ? ആഫ്റ്റർ ദാറ്റ് ഓക്കെ. എത്ര വാല്യൂ ഉള്ള? 1.5 crore ബിസിനസ്. യെസ്. സോ സി ദിസ് വൺ. നേരത്തെ സർഫ്രാസിനെ ഒരു സ്ഥലത്തും പരിചയമില്ലാതിരുന്ന സദർക്ക അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ ബിൽഡിംഗ് എടുക്കുന്ന സമയത്ത് ആ വർക്ക് നേരെ കൊടുക്കുന്നത് സർഫ്രാസ് KV എന്ന് പറഞ്ഞ നമ്മുടെ മെമ്പർക്ക്. ദിസ് ഇസ് ദ മീനിങ് ഓഫ് ലോങ് ലാസ്റ്റിംഗ് ബിസിനസ് റിലേഷൻസ്. ഈ ഒരു ഡീലിൽ താങ്കൾ സംതൃപ്തനാണെങ്കിൽ അടുത്ത വർക്കും സർഫ്രാസിന് കൊടുക്കുമല്ലോ അല്ലേ? സംതൃപ്തനാണെങ്കിൽ ആൾറെഡി കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ വർക്കും കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഇതുപോലത്തെ നോട്ട് ഓൺലി ഫ്രം ദ ചാപ്റ്റർ BNI ഇതുപോലത്തെ ധാരാളം സക്സസ് സ്റ്റോറീസ് ഉണ്ട്. ഈ 5 കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് BNI ചൂസ് ചെയ്യാം. ദെൻ BNIയിലേക്ക് വരുന്ന സമയം നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. BNI മെമ്പർഷിപ്പ് എടുത്താൽ ഇപ്പോൾ 48,743 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ബിസിനസ് ഒന്നും BNI ഓഫർ ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ എൻഷുർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ആദ്യത്തെ ഫിലോസഫിയാണ് ഗിവേഴ്സ് ഗെയിൻ. നിങ്ങൾ കൊടുക്കുക ആദ്യം, എങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? തിരിച്ച് ബിസിനസ് കിട്ടും. നിങ്ങൾ ഇപ്പോൾ കിട്ടാൻ വേണ്ടി മാത്രം നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഗിവേഴ്സ് ഗെയിൻ പോളിസി നിങ്ങൾക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റണം. BNI ഡസ് നോട്ട് ഹാവ് എനി പ്രൊഡക്റ്റ്. നമുക്ക് പലപ്പോഴും അറിയാം, പല അല്ലെങ്കിൽ ചില സംഘടനകളൊക്കെ നമ്മൾ ചേരുന്ന സമയത്ത് അവർ പറയും, നിങ്ങൾ ഇത്ര രൂപ മുടക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപയുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ തരും, അത് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, നിങ്ങൾ താഴെ 2 ആളെ ചേർത്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും. ഇതൊരിക്കലും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമേ അല്ല. നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പൈസയും കിട്ടില്ല. നിങ്ങൾ 10 കോടി രൂപ, നബീൽ ദാറുസ്സലാം ഓക്കെ, എത്ര കോടി രൂപയുടെ ബിസിനസ്സാണ് താങ്കൾ കൊടുത്തത് ഇതുവരെ BNIയിൽ? 28 crore രൂപയുടെ ബിസിനസ് കൊടുത്ത ആളാണ്. ഒരു കമ്മീഷൻ അദ്ദേഹത്തിന് ഒരു 10% വെച്ചിട്ട് ഒരു എന്തെങ്കിലും വിചാരിച്ചാൽ ഒന്നും കിട്ടില്ല. BNI നമുക്ക് ഒരു കമ്മീഷനും തരില്ല. നമ്മളൊരു പ്രൊഡക്റ്റും സെല് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ കാണിച്ച നോ കമ്മീഷൻ ഓർ കിക്ക് ബാക്സ്. വി ഡോണ്ട് സെൽ BNI. ഒരിക്കലും നിങ്ങൾ പറയാം, ഞങ്ങളിപ്പോൾ 103 മെമ്പർ ഉണ്ട്, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 110 മെമ്പർ ആവണം, നിങ്ങൾ 4-5 പേര് ചേരൂ. ഒരിക്കലും നിങ്ങൾ ഫോഴ്സ് ചെയ്യില്ല. വി ഡോണ്ട് സെൽ BNI. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ടു ഗ്ലോബലി ഗ്രോ യുവർ ബിസിനസ്. പലപ്പോഴും BNIയിൽ പറയുന്ന ഒരു ടേം ഉണ്ട്, ഗ്ലോക്കൽ. ഗ്ലോക്കൽ മീൻസ് ഫ്രം ലോക്കൽ ടു ഗ്ലോബൽ. നമ്മൾ ചെയ്യുന്ന ബിസിനസ് പെരിന്തൽമണ്ണയിലായിരിക്കാം, അല്ലെങ്കിൽ മലപ്പുറത്ത് എവിടെയെങ്കിലും, പാലക്കാട് എവിടെയായിരിക്കാം. ബട്ട് യു ആർ ഹാവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷോക്കേസ് യുവർ ബിസിനസ് ഗ്ലോബലി. ഈ 79 രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് BNI എന്ന് പറയുന്നത്. BNI നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നല്ല ബിസിനസ് കിട്ടും. പ്രസന്റ്ലി പ്രൊവൈഡിങ് റിലയബിൾ സർവീസ് ഓർ പ്രൊഡക്റ്റ്. ഒന്നാമത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ജെന്യൂനിറ്റി ചെക്ക് ചെയ്യും. നിങ്ങൾ ചെയ്യുന്നത് നല്ല സർവീസ് ആണോ? നിങ്ങളെക്കാൾ നല്ല കോമ്പറ്റൻ്റ് ആയി ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാർക്കുകളുണ്ടോ, റിമാർക്കുകൾ വല്ലതുണ്ടോ? ഇത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് സാധാരണ ഇതിൽ മെമ്പർഷിപ്പ് തന്നെ സാധാരണ തരാറുള്ളൂ. ഒന്നാമത്തെ ചെക്കിങ്. പ്ലാനിങ് ടു സ്കെയിൽ അപ്പ് യുവർ ബിസിനസ് ടു ദ നെക്സ്റ്റ് ലെവൽ. ഇപ്പോൾ ഇന്ന് അദ്ദേഹം ഓട്ടോജൻ എന്ന് പറയുന്ന ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ടയർ ആൻഡ് വീൽ അലൈൻമെന്റ് ഷോപ്പാണ് ഓട്ടോജൻ. അവർ ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാമിന് മുൻപ് തന്നെ BNI മെമ്പർഷിപ്പ് എടുത്തു മിസ്റ്റർ ജയൻ. ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സോ അവരുദ്ദേശിക്കുന്നത് ഇവിടെ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ, പെരിന്തൽമണ്ണ ഇഷ്ടം പോലെ ടയർ ഷോപ്പുകളുണ്ട്, പക്ഷേ ഇവിടെ സ്കെയിലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനി വേറെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ BNI പോലത്തെ ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ്റെ മെമ്പർഷിപ്പ് അവരെ സഹായിക്കും. ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ടാണ് ജയൻ സാറിന് വരാൻ കഴിയാതിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സീറ്റ് കാലിയല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നുണ്ട്. ദിസ് BNI കൾച്ചർ. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് കിട്ടും. ദെൻ യു വിൽ ബെനിഫിറ്റ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് ഗ്രൂപ്പ് സക്സസ്ഫുൾ ബിസിനസ് ഓണേഴ്സ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആ ഒരു പ്രസൻസ് എപ്പോഴും പാർട്ടിസിപ്പേഷൻ കാണിക്കുക. നോട്ട് ഓൺലി ഇൻ ദിസ് മീറ്റിംഗ്, ലോട്ട് ഓഫ് പ്രോഗ്രാംസ് വിൽ ബി ദർ. ഇപ്പോൾ റീജിയൻ മുഴുവനായി നടത്തുന്ന പ്രോഗ്രാം ഉണ്ടാവും, ഇന്ത്യയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സ് നടത്തുന്ന പ്രോഗ്രാം ഉണ്ടാവും, ഗ്ലോബൽ പ്രോഗ്രാം ഉണ്ടാവും. ഇതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കണക്ഷൻസ് BNI ഓഫർ ചെയ്യുന്നുണ്ട്.
ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്ക് സമയ പരിമിതമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഇവിടെ ഞാൻ പറയാം, ഒരു ജസ്റ്റ് ലൈവ് ഡെമോ എന്ന് പറയും. ഇപ്പം BNI വിസിറ്റേഴ്സ് വന്നവരോട് എനിക്ക് ചോദിക്കാറുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും നല്ല കണക്ഷൻ തരുന്ന കാറ്റഗറി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാർ ഓൾറെഡി IBM-ലാണ് വർക്ക് ചെയ്യുന്നത് തോന്നുന്നു അല്ലേ? സാറ് സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യുന്നുണ്ടോ അതോ അവിടെ ഇല്ല? ഓക്കെ. വേറെ സാറ് ബിസിനസ് റൺ ചെയ്യുന്നത് എന്താണ്? ഗാർമെൻറ്റ്സിൻ്റെ. ഓക്കെ, ഹോൾസെയിലാണ്. സോ നിങ്ങൾക്ക് നല്ല കണക്ഷൻ തരാൻ കഴിയുന്ന ഒരു എനിക്ക് കണക്ഷൻ ആവശ്യമായിട്ടാണ് ഞാൻ രാജ്യത്തിനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പോൾ വന്നത്. ഓക്കെ. ഓൾറെഡി ഞാൻ 12 വർഷമായി മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾ കേരള റീറ്റെയിൽ ഷോപ്പുകളെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് ബ്രാൻഡഡ് ഷോപ്പുകളെല്ലാം ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട് തിരുപ്പൂർ. അപ്പോൾ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഡ്രീംസ് എന്താ വെച്ചാൽ എൻ്റെ ബ്രാൻഡ് ഓൾ കേരള ഫേമസ് ആക്കി. യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പോൾ അതിന് എനിക്ക് നല്ലൊരു ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ BM-ൽ വരാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, എങ്ങനെയാണ് ഇതിൻ്റെ റൂൾസ് എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ സ്വപ്നമുണ്ട്, അത് യാഥാർത്ഥ്യമാക്കാം BM-ലൂടെ എന്നാണ് ഉദ്ദേശിച്ചത്. യെസ്. സോ അദ്ദേഹത്തിന് മെയിൻ ആയിട്ട് ഡ്രസ്സിൻ്റെ ഒരു സെയിലിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്നത് ത്രൂ ഔട്ട് ദി ഷോപ്സ്. സോ ഇന്ന് നമ്മൾ അസർ മൗസി ഇവിടെ ഇല്ല. അസർ മൗസി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സക്സസ് സ്റ്റോറി പറയുമായിരുന്നു. അസർ മൗസി ഇവിടെ ചേരുന്നത് ഒരിക്കലും അവല് മിൽക്ക് വിട്ടിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിന് ഡ്രീം ഉണ്ടായിരുന്നു, നല്ല ഇൻവെസ്റ്റേഴ്സിന് കിട്ടണം, ഒരുപാട് ബ്രാൻഡായി മാറണം. സോ അസർ മൗസിയുടെ എത്രയോ ഔട്ട്ലെറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ട് പേഴ്സണലി ചോദിച്ചിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യം വേണമെങ്കിൽ ഷെയർ ചെയ്യാം, ഇഷ്ടമല്ല ദേ ഡോണ്ട് ലൈക്ക്, ഓക്കെ then വേണ്ട. സോ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചതൊന്നുകൂടെ വൈഡാക്കുക എന്നുള്ളതാണ്. എങ്കിൽ അത്തരത്തിലുള്ള ഓപ്ഷൻ BNI-യിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് എന്നാണ്. ഇൻ ദിസ് വെരി റൂം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ കാണാൻ പറ്റും. അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിവേ, നിങ്ങളെപ്പോഴും എൻ്റെ സ്പോൺസറാണ് മിസ്റ്റർ അബൂബക്കർ MP. അദ്ദേഹം പറയുന്നൊരു വാക്ക് BNI-യിൽ പറയുന്ന കാര്യമാണ് ഡൂയിങ് ബിസിനസ് ഇൻ BNI. നിങ്ങൾക്ക് കാണാം, കടലിൽ പോയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടോ നമ്മൾ മീൻ പിടിക്കുന്ന കാര്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിലിട്ട് മീൻ പിടിക്കാം, 1-2 എണ്ണത്തിനൊക്കെ. അതല്ലെങ്കിൽ വലിയ നമ്മൾ പറയുക യന്ത്ര സാമഗ്രികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ നിങ്ങൾക്ക് BNI ബെഞ്ച് മാർക്കിൽ നിന്ന് മാത്രം ബിസിനസ് മതിയോ? അങ്ങനെയാവാം. BNI മലപ്പുറത്ത് നിന്ന് മൊത്തം ബിസിനസ് വേണം, നിങ്ങളെ പ്രസൻസ് കുറച്ചുകൂടെ നിങ്ങൾ കൂട്ടുക. കേരള വേണോ, ഇന്ത്യ വേണോ, ഗ്ലോബ് വേണോ, നിങ്ങൾക്ക് തീരുമാനിക്കാം. ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം ഓൺലി, യു ക്യാൻ യൂട്ടിലൈസ് ഇറ്റ്. ഓക്കെ, നൗ വി അണ്ടർസ്റ്റാൻഡ്. ഐ തിങ്ക് ഞാൻ കുറച്ചൊക്കെ BNI-യുടെ എന്താണ് BNI, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതെന്തൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് BNI മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വിസിറ്റർ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞ സെഷൻ വൈഡായിട്ട് ഇനി ഉണ്ടാവില്ല. ബട്ട് നിങ്ങൾ എല്ലാ ഡൗട്ടുകൾക്കും അപ്പോൾ മറുപടി പറയും. ബിക്കോസ് നമുക്കൊരു ടൈം ഷെഡ്യൂൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ബിഫോർ ദാറ്റ് റോബർട്ട് കിയോസാക്കി നമുക്കറിയാം റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രന്ഥം എഴുതുകയും ആ ഒരു ഗ്രന്ഥം മാത്രം റെഫറൻസ് ബുക്കായിട്ടോ അല്ലെങ്കിൽ പല സ്റ്റഡി ബുക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ട്രെയിനേഴ്സ് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു മെയിൻ ആയിട്ടുള്ള കോട്ടാണ് ഇവിടെ കാണുന്നത്, നെറ്റ്വർക്കിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരിക്കൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് ലുക്ക് ഫോർ ബിൽഡ് നെറ്റ്വർക്ക്സ്. ഇതൊരു നെറ്റ്വർക്കാണ് BNI എന്ന് പറയുന്നത്. എവരി വൺ എൽസ് ലുക്സ് ഫോർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട്. സോ ഇറ്റ് ഈസ് യുവർ ചാൻസ്. ഈ കാണിച്ചിരിക്കുന്ന സിമ്പൽ BNI ലോഞ്ച് ചെയ്യുക എന്ന് ഞങ്ങൾ പറയാം. BNI ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന പോലെ ഒരു വിടലങ്ങ് വിട്ടാൽ പിന്നെ തിരിച്ചു വരലുണ്ടാവില്ല, അതിന് ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. എംപാർക്കിംഗ് ഓൺ എ ജേർണി ടു ദ എംപവർ BNI ബെഞ്ച്മാർക്ക്. താങ്ക് യു വിസിറ്റേഴ്സ് ആൻഡ് താങ്ക് യു BNI.